കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 15 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ട ഒരു കാര്യം, നമുക്ക് ശരിയായ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലർ വന്നിട്ട് തെറ്റായ പഠനം, ഒരു ധ്യാനത്തിലാണെങ്കിലും നമ്മൾ ക്ലാസ് കൊടുക്കുന്നവർ എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കടപ്പെട്ടിരിക്കുന്ന. കാരണം എവിടെയെങ്കിലും സഭ അംഗീകരിക്കാത്ത രീതിയിലുള്ളൊരു പഠനം അത് ആശയക്കുഴപ്പമുണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മെ വഴിതെറ്റിച്ച് മാർഗഭ്രംശം, അതിലൂടെ നമ്മുടെ നാശം സംഭവിക്കാം. നമ്മൾ കാണുകയാണ് ഇങ്ങനെയൊരു തെറ്റായൊരു പ്രബോധനം, പ്രത്യേകിച്ച് പരിച്ഛേദനത്തെക്കുറിച്ച്. ഒരു കൂട്ടർ വാദിച്ചു, പരിച്ഛേദനമില്ലാതെ ആരും സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ പരിച്ഛേദനം ആവശ്യമാണ്, അഗ്രചർമ്മം മുറിച്ചുകൊണ്ടുള്ള ആ ഒരു പരിച്ഛേദനം. പക്ഷെ മറുവശത്ത് ഒരു ഗ്രൂപ്പ്, പ്രത്യേകിച്ച് നമുക്കറിയാം പൗലോസ്ലീഗായുടെയും പത്രോസ്ലീഗായുടെയും ഇടയ്ക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അത് വളരെ ശക്തമായി. പത്രോസ് വാദിച്ചിരുന്നത് പരിച്ഛേദനം വേണം, പൗലോസ് പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല, ഇനി അതിന് നിർബന്ധിക്കേണ്ട കാര്യമില്ല, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അവർ തുടർന്നാൽ മതി. പരിച്ഛേദനത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് യേശുവിൽ വിശ്വാസം അർപ്പിച്ച് രക്ഷ പ്രാപിക്കുക. ബാഹ്യമായിട്ടുള്ള പരിച്ഛേദനത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ആന്തരിക പരിച്ഛേദനം. കൊളോസസ് 2:11 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതാണ്, ഈ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആന്തരിക പരിച്ഛേദനം. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇവിടെ ഭാഗ്യസ്മരണീയനായ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമാണ്, സ്ഥിരമായിട്ട് നിങ്ങൾ പള്ളിയിൽ പോവുകയും സ്ഥിരമായിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ട് നിങ്ങളുടെ സഹോദരങ്ങളെ ചൂഷണം ചെയ്യുന്നത് നിർത്തുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ഇത് നിരീശ്വരവാദികളാണെന്നാണ് പറഞ്ഞത്. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ബലിയർപ്പിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം. അതിനാണ് ഈ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആന്തരിക പരിച്ഛേദനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മുടെ വീട്ടിലാണേലും ഇടവകയിലാണേലും ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത്? അതാണ് നമ്മൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുക. പൗലോസും പത്രോസും കമൻ്റ് പറഞ്ഞോ അല്ലെങ്കിൽ തല്ലിത്തീർക്കാനല്ല നോക്കിയത്, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസ് അവരെടുത്തു. ഇന്ന് നമ്മൾ കണ്ടത് എന്താ, അപ്പസ്തോലന്മാർ ഒരുമിച്ച് കൂടി ഈ ഒരു
പ്രശ്നം പരിഹരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. ഒരു കുടുംബത്തിലാണേലും ഒരു പ്രശ്നം വന്നാൽ പ്രാർത്ഥിച്ചാണ് പരിഹരിക്കേണ്ടത്. അതല്ലാതെ എൻ്റെ അഭിപ്രായം അംഗീകരിക്കാതിരുന്ന വ്യക്തിയെ ഉടനെ തേജോവധം ചെയ്ത് അവരെ നശിപ്പിക്കാൻ നോക്കുകയല്ല ചെയ്യേണ്ടത്. അതൊരു ഇടവകയിലാണേലും എവിടെയാണേലും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രശ്നം പരിഹരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തന്നെ ശക്തിയിലും കഴിവിലും ഒക്കെ ആശ്രയിച്ചു പോകാം. വേണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാം. രണ്ടിനും സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ ആ വിളിക്കനുസരിച്ചുള്ളൊരു ക്രിസ്തീയ ജീവിതം നടക്കണമെങ്കിൽ ആവശ്യമായ ഒരു കാര്യം യോഹന്നാൻ 15-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അബൈഡ് ഇൻ മീ, ഐ വിൽ അബൈഡ് ഇൻ യു. നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. ഈ വാസമാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താ? യേശുവിൻ്റെ അടുത്തേക്ക് വന്നവരോട്, ഗുരു നീ എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് കണ്ടു, കൂടെ വസിച്ചു. ചെന്ന് കണ്ടു, കൂടെ വസിച്ചു. ഇതാണ് ക്രിസ്തീയ ജീവിതം. നമുക്കല്ലാതെ ഏതാനും നിമിഷ നേരത്തെ കാര്യം മാത്രമായ ഒരു പ്രാർത്ഥനയോ ഒരു ബലിയർപ്പണമോ അത് മാത്രം നടത്തിയാൽ ക്രിസ്തീയ ജീവിതമാകും എന്ന് ചിന്തിക്കരുത്. അത് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തി ദൈവത്തിൽ വസിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തണം. ഇന്നത്തെ സുവിശേഷ ഭാഗം ശ്രദ്ധിച്ച എത്ര വലിയൊരു വാഗ്ദാനമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു വാഗ്ദാനം ദൈവം നൽകിയപ്പോൾ അത് പ്രയോജനപ്പെടുത്താതെ ജീവിക്കുന്നത് ശുദ്ധ മണ്ടത്തരമല്ലേ? കർത്താവ് പറഞ്ഞ എന്താ? നിങ്ങൾ എന്നിൽ വസിക്കുക, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രിവിലേജ്, നിങ്ങളുടെ ഒരു അവകാശം എന്ന് പറയുന്നത് എന്ത് വേണേലും ചോദിച്ചോ, അത് ലഭിക്കും. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ദൈവത്തിൽ വസിക്കുകയും ദൈവവചനം എന്നിൽ വസിക്കുകയും ചെയ്യുമ്പോൾ എനിക്കൊരു അവകാശമുണ്ട് ദൈവത്തോട് ചോദിക്കാൻ. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് നിരോളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ ദൈവത്തോട് പറഞ്ഞാൽ ഇത് സംഭവിച്ചിരിക്കും. നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം വായിച്ചാൽ മോശയും അഹ്റോനും അവര് ദൈവം പറഞ്ഞ കാര്യം അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചു, നിറവേറ്റി. അതുകൊണ്ട് പുറപ്പാട് 8-13 വായിച്ചാൽ മോശ പറഞ്ഞ കാര്യം ദൈവം അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചു. ദൈവം പോലും അനുസരിക്കും. നമ്മൾ ശരിക്കും ദൈവത്തെ അനുസരിക്കുന്നവരായി മാറുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത്, നമ്മൾ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് ദൈവം ചെയ്തിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് വചനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനം. പ്രഭാഷകൻ 35-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങളിലൂടെ ഒന്ന് കടന്നുപോയാൽ മതി. അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ, വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരുടെ നേട്ടം ഒരു ലിസ്റ്റ് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സങ്കീർത്തനം 41-ന്റെ ആദ്യ വചനങ്ങളിലൂടെ കടന്നുപോയാൽ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് പാവപ്പെട്ടവരെ മാനിക്കുമ്പോൾ അവരെ സഹായിക്കാൻ നമ്മുടെ ചെറുവിരൽ അനക്കിയാലും അതിനുള്ള പ്രതിഫലം, അതേതെല്ലാം രീതിയിലാണ് നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നത്, നമുക്ക് രോഗമുണ്ടെങ്കിൽ അത് സുഖമാക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ സങ്കീർത്തനം 41-ന്റെ ആദ്യ വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ, വചനം ജീവിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടം ചില്ലറ നേട്ടമൊന്നുമല്ല. ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ അല്പം വേദനയെടുത്തോ ത്യാഗമെടുത്തോ നഷ്ടം സഹിച്ചോ കർത്താവിൻ്റെ കൽപ്പന പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രഭാഷകൻ 15-15 പറയുന്നത്, വേണമെങ്കിൽ മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാം. അതെല്ലാ കാര്യത്തിലും മനസ്സ് വെച്ചാൽ, പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം. മനസ്സ് വെച്ചാൽ ഒരു ബലിയർപ്പണത്തിന് പോകണമെങ്കിൽ പോകാൻ പറ്റും. മനസ്സ് വെച്ചാൽ ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം ആദ്യമേ സംഭവിക്കേണ്ടത് എനിക്കതിനൊരു മനസ്സ് വരിക എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വരും. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. ദൈവം നമ്മെ മാനിക്കും. ദൈവം നമ്മെ സ്വർഗത്തിലെത്തിക്കും. അതാണ് നമ്മുടെ ഒരു ജീവിത സാഫല്യമായിട്ട് നമ്മൾ കാണേണ്ടത്.
അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.